Hello. Welcome to market discussion of the day. Today, July 16th, 2025, Wednesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മളുടെ പുതിയ ബാച്ച് ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന നമ്മുടെ പുതിയ ബാച്ച് അടുത്ത ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബാച്ച്. സോ 4 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കും ആയിട്ടാണ് ഈ ഒരു കോഴ്സ് നടന്നു പോകുന്നത്. സോ 2 സമയത്തും സെയിം കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ആ ഒരു സമയത്ത് ഏത് സമയത്താണോ നിങ്ങൾക്ക് സൗകര്യമുള്ളത് അങ്ങനെ നിങ്ങൾക്ക് കയറി പോകാവുന്നതുമാണ്. പക്ഷേ 4 ദിവസം നിങ്ങൾക്ക് കയറാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, ആ ഒരു ടൈമിൽ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ മാത്രം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്തോളാം എന്ന് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, so coming to market discussion, coming to fundamental side, ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, നമ്മുടെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ നിന്ന് ഇന്നലെ മാറി നിൽക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഇന്നലെ നമുക്ക് CPIയുടെ ഡേറ്റ വരികയായിരുന്നു അല്ലേ. CPIയുടെ ഡേറ്റ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് മാർക്കറ്റിൽ ഉണ്ടാക്കിയത്. ഇന്നലെ CPIയുടെ ന്യൂസ് വന്നപ്പോൾ CPI ആക്ച്വലി ഫോർകാസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫോർകാസ്റ്റ് -3% ആയിരുന്നു. കഴിഞ്ഞ പ്രീവിയസ് 1% ആയിരുന്നു. പക്ഷെ ആക്ച്വലി വന്നപ്പം +3% ആയി. സോ അത് വളരെ നല്ലതാണ്. US ഡോളറിനെ സംബന്ധിച്ചിടത്തോളം US ഡോളർ ശക്തി വെക്കുകയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കറൻസീസ് ഇപ്പം GBP USD, യൂറോ USD, ഇതൊക്കെ ഗോൾഡ് XI USD ഇതെല്ലാം താഴോട്ട് പോവുകയും എന്താ പറയുക, നമ്മുടെ JPY അതേപോലെ സ്വിസ് ഫ്രാങ്ക് അതേപോലത്തുള്ള കറൻസീസ് മുകളിലോട്ട് പോവുകയും ആണ് എക്കണോമിക്കലി നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോർമലി എക്കണോമിക്കലി എങ്ങനെ, എക്കണോമിക്കലി അല്ല, എക്കണോമിക്സ് പ്രകാരം നടക്കേണ്ടത്. നോർമലി എക്കണോമിക്സ് പ്രകാരം നടക്കാറില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. പക്ഷേ ഇന്നലെ നേരെ എക്കണോമിക്സ് പ്രകാരം തന്നെയാണ് മാർക്കറ്റ് നടന്നത്. നിങ്ങൾക്കറിയാം ഇന്നലെ പെട്ടെന്നൊരു മാർക്കറ്റിൽ നിന്നൊരു കറക്ഷൻ, ഈ ഒരു ക്യാൻഡില് 3354 അല്ലെങ്കിൽ ഷാഡോ 3360 നിൽക്കേ അവിടുന്ന് താഴോട്ട് പോയി ഓൾമോസ്റ്റ് 3334 വരെ വന്നിട്ട് തിരിച്ച് റീട്രേസ് ചെയ്ത് അതിന് ശേഷമുള്ള ക്യാൻഡിൽ 3325 ഓൾമോസ്റ്റ് ഇന്നലത്തെ ക്ലോസിങ് 3325 എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ള ഗോൾഡിൻ്റെ കാര്യത്തിൽ കേട്ടോ. സോ അതേപോലെ തന്നെ യൂറോയിലും JPY എടുത്തു കഴിഞ്ഞാൽ JPYയും മുകളിലോട്ട് പോയി. ഈ ഒരു ക്യാൻഡിൽ ഒറ്റയടിക്ക് 147.7 നിന്ന് 149 വരെ JPY സഞ്ചരിച്ചിട്ടുണ്ട്. അതേപോലെ GBP ആണെങ്കിൽ 1.3440 നിന്ന് 1.3370 വരെ ഒക്കെ വന്നിട്ടുണ്ട്. യൂറോയും അതേപോലെ തന്നെ ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ളൊരു കറക്ഷൻ ആണ് യൂറോയിൽ സംഭവിച്ചിട്ടുള്ളത്. 1.1700 അടുത്തുനിന്ന് 1.1597 എന്ന് പറയുന്ന റേഞ്ചിലോട്ടൊക്കെ യൂറോയും എത്തി. സോ ബേസിക്കലി എക്കണോമിക്സ് പ്രകാരം തന്നെ നടന്നിട്ടുണ്ട്. എക്കണോമിക്സ് പ്രകാരം നോർമലി നടക്കാറില്ല. സോ ഇത്രയും വലിയ മൂവ്മെന്റ്സ് ഒക്കെ ഒഴിവാക്കാനായിട്ടാണ്. നിങ്ങൾക്ക് അറിയാമല്ലേ, ഗോൾഡ് ആക്ച്വലി നമുക്കിപ്പോൾ അപ് ട്രെൻഡ് ആണ്. വേൾഡിൽ നടക്കുന്ന പല താരിഫിൻ്റെ ഇഷ്യൂസും ഒരുപാട് അൺസർട്ടനിറ്റീസും കാരണം ഗോൾഡ് അപ് ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്യും, അവിടെ നിന്ന് ബൈ എടുക്കും. അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ CPI ഡേറ്റയൊക്കെ വരുന്നതിൻ്റെ അന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് മെയിനായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കേണ്ട മെയിനായിട്ടുള്ള ന്യൂസ്, ഇന്ന് നമുക്ക് കലണ്ടർ ബേസ് ചെയ്ത് നോക്കാൻ നേരത്ത് നമുക്ക് PPI എന്ന് പറയുന്ന ന്യൂസ് ഉണ്ട്. GBP ഇന്ന് രാവിലെ 7 മണിക്ക് ഇന്ത്യ UK ടൈമിംഗ് 7 മണിക്ക് CPI ഓൾറെഡി വന്നിട്ടുണ്ട്. CPI GBPക്ക് പോസിറ്റീവായിട്ടാണ് വന്നത്. ഫോർകാസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പം 2.6% ആയിരുന്നു ഫോർകാസ്റ്റ്. പക്ഷേ ആക്ച്വൽ വന്നപ്പോൾ 3.6% വന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഉച്ചയ്ക്ക് 1:30 മണിക്ക് PPIയുടെ ന്യൂസ് ഉണ്ട്. അത് മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ആ ഒരു സമയത്ത് നല്ലൊരു വോളറ്റാലിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. അതും ഉറപ്പായിട്ടും വലിയൊരു വോളറ്റാലിറ്റി, നമ്മളുടെ ഈ ഒരു മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരു മാറ്റം ഉണ്ടാക്കും എന്നുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് പറയുന്നുണ്ട് OPEC+ കൺട്രീസ് ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് എന്താ പറയുക, അതിൻ്റെ റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അല്ലേ. അതെങ്ങനെ കുറയ്ക്കും? അവരുടെ പ്രൊഡക്ഷൻ കൂട്ടി, ക്രൂഡ് ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടി റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ ആണോ മെനഞ്ഞാന്നത്തെ ആണോ, നിങ്ങൾ മെനഞ്ഞാന്നത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ,
സോ ഇന്ന് നമുക്ക് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് കുറച്ച് ന്യൂസുകളും പ്രതീക്ഷിക്കേണ്ടതായിരിക്കുന്നു. അത് US എന്നല്ല, യൂറോപ്യൻ സോണിൽ നിന്ന്, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് നമുക്ക് മെയിനായിട്ടുള്ള കുറച്ച് ന്യൂസുകൾ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇപ്പം ഇപ്പം യുക്രൈൻ റഷ്യ അതിനകത്ത് എന്താണ് യൂറോപ്യൻ യൂണിയൻ്റെ തീരുമാനം? ഓക്കെ, റഷ്യ യുക്രൈനെ വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അത് മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് അപ്ഡേറ്റഡ് ആയിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ കലണ്ടർ ബേസ് ചെയ്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കുറച്ച് വാർത്തകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മൾ USD JPYയിലോട്ട് വരുമ്പോൾ JPY നമുക്കറിയാം 148 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. ഇനി അടുത്ത റേഞ്ച് 154. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു JPYയിൽ 148 സെല്ലെടുക്കാമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു ന്യൂസിന് മുന്നേ ആയിട്ട് മാറി നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CPI ഡേറ്റ വരുന്നതിന് മുന്നേ ആയിട്ട് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? സോ അങ്ങനെ CPI ഡേറ്റയ്ക്ക് മുന്നേ ആയിട്ട് മാറി നിന്നിട്ടുള്ള ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഒരു സമയത്ത് 148 ഓൾറെഡി സെല്ല് ഇട്ട് വെച്ചിട്ടുള്ള ആൾക്കാരുടെ കാര്യമൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ നേരത്തെ ഇന്നലെയും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ പറഞ്ഞു പോകുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് രാവിലെ എടുക്കേണ്ട ട്രേഡ് ആണെന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെ നമുക്ക് 148 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് റേഞ്ച് മാറി എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ റേഞ്ച് മാറുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഒന്ന് മാർക്കറ്റിനെ വാച്ച് ചെയ്യാം. ഓക്കെ, അതായത് ഏറ്റവും സേഫായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ, ഇന്നത്തെ ദിവസം നമുക്കൊരു ഡേ ട്രേഡറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇന്നത്തെ ദിവസം 148 മുകളിൽ തന്നെയാണോ സസ്റ്റെയിൻ ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം നമ്മൾ മേക്ക് ഷുവർ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ മേക്ക് ഷുവർ ചെയ്യുമ്പോൾ 148 മുകളിൽ തന്നെയാണ് ഇന്നത്തെ ദിവസം എങ്കിൽ നമുക്ക് 148 നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഈ ആഴ്ച വീക്ക്ലി ക്യാൻഡിൽ 148 മുകളിൽ തന്നെ അവസാനിക്കുന്നു എന്ന് നോക്കിയിട്ട് അടുത്ത ആഴ്ച ട്രേഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ സുരക്ഷിതമാണ്. കുറച്ചും കൂടെ നമുക്കൊരു എന്താ പറയുക, ഒരു 100% ഉറപ്പിച്ച് നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, എല്ലാ ദിവസവും നമ്മൾ ട്രേഡ് എടുക്കുന്നത് എന്തിനാണ്? ഇന്ന് നമ്മൾ ആക്ച്വലി ഈ ആഴ്ച നമുക്ക് ഇന്നത്തെ ദിവസമാണ് നമ്മൾ പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയത്, അല്ലേ? കാരണം ഇന്ന് നമുക്ക് സേഫായിട്ട് ട്രേഡ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ദിവസം കൂടെയാണ്, അല്ലേ? സോ നമ്മൾ വെയിറ്റ് ചെയ്യുക മാർക്കറ്റിനെ 148 അവിടെ പ്രോപ്പർ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്നലെ നടന്ന കറക്ഷനൊക്കെ തിരിച്ച് ഇന്നലെ മുകളിലോട്ട് വലിയൊരു മൂവ്മെന്റ് ഉണ്ടായി. അതിന്റെ കറക്ഷനൊക്കെ നടക്കണ്ടേ? കറക്ഷൻ 148 തന്നെ അത് കിട്ടുമോ എന്നുള്ളൊരു കാര്യം നോക്കാനായിട്ട് ഇന്ന് JPYയിൽ ഞാൻ ട്രേഡ് ഒന്നും സജസ്റ്റ് ചെയ്യുന്നില്ല. ബേസിക്കലി നാളെ 148 മുകളിലാണ് എങ്കിൽ രാവിലെ 7:30 മണിക്ക് നമുക്ക് ഇന്ന് രാത്രി അവസാനിക്കുന്നത് 148 മുകളിലും നാളെ രാവിലെ തുടങ്ങുന്നത് 7:30 മണിക്ക്, ഇന്ത്യൻ ടൈമിങ് 7:30 മണിക്കും 148 മുകളിലാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അതാണ് JPYയിലുള്ള എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള അവസരം. നമ്മൾ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെക്കണം. 147.40 താഴെ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെച്ചുകൊണ്ട് വേണം നമ്മൾ ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. നേരെ യൂറോയിലോട്ട് വരുമ്പോൾ 1.1622 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. നമുക്ക് 2 ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് കയറി മുകളിലോട്ട് പോയി 1.1800 അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു സെല്ലും, മാർക്കറ്റ് താഴോട്ട് പോയി കഴിഞ്ഞാൽ 1.1500 അവിടെ നിന്നുള്ളൊരു ബൈയും. നമുക്ക് മിക്കവാറും 1.1500 അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. അങ്ങനെ 1.1500 അവിടെ നിന്നുള്ളൊരു ബൈ കിട്ടിയാൽ 1.1440 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണം എന്നുള്ള ആൾക്കാർക്ക് ആ ഒരു ബൈ എൻട്രി ഹോൾഡ് ചെയ്യാം. ലോങ്ങർ ടേമിലോട്ട് ഹോൾഡ് ചെയ്യാം. ലോങ്ങർ ടേം എന്ന് പറയുന്നത് 6 to 1 year വേണമെങ്കിലും ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണത്. കാരണം യൂറോ ഒക്കെ മുകളിലോട്ട് ഇനി ഒരുപാട് കയറാനായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വേണം. കാരണം യൂറോപ്യൻ യൂണിയൻ്റെ അവസ്ഥ അത്ര നല്ലൊരു അവസ്ഥയല്ല അതുകൊണ്ടിട്ട്. ഓക്കെ,
നേരെ നമ്മൾ ജി ബി പിയിലോട്ട് വരുമ്പം ജി ബി പി 1.34010 എന്ന് പറയുന്ന റേഞ്ചിൽ വന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഇന്നലെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ട് 1.3450 മുകളിലായിട്ട് പുതിയ ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തില്ല എങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോകും എന്നുള്ള. കൃത്യമായിട്ട് അതേപോലെ തന്നെ സംഭവിച്ചു. 1.3450 മുകളിലായിട്ട് ഒരു ക്യാൻഡിൽ പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് പിന്നീട് താഴോട്ട് പോയി. ഉറപ്പായിട്ടും സി പി ഐയുടെ ഡേറ്റ വന്നതിന് പ്രമാണിച്ചിട്ടാണ് താഴോട്ട് വന്നത്. പക്ഷേ ബാക്കിയുള്ളതിൻ്റെ അത്രയൊന്നും വലിയൊരു താഴോട്ട് വീഴ്ച നമ്മളുടെ ജി ബി പിയിൽ ഉണ്ടായില്ല. കാരണം ജി ബി പി കുറച്ചും കൂടെ പവർഫുൾ ആണ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, അല്ലേ? സോ ഇനി ജി ബി പിയിൽ ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസിസ്റ്റൻസ് ഇന്നലെ 1.33745 എന്ന് പറയുന്ന റേഞ്ചിൽ കിട്ടി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ടും അതേ റേഞ്ചിൽ തന്നെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ പ്രീവിയസ് ക്യാൻഡിൽസ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് ഈ പറയുന്ന 1.3380 എന്ന് പറയുന്ന റേഞ്ചിൽ വീണ്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നത്തെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ സെയിം സ്പോട്ടിൽ നമുക്ക് വീണ്ടും റെസിസ്റ്റൻസ് നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അവിടെ റെസിസ്റ്റഡ് ആവും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അതിൻ്റെ മുന്നേയും ഏകദേശം ഈ ഒരു റേഞ്ചിൽ 1.33980 എന്ന് പറയുന്ന റേഞ്ചിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, പക്ഷേ നമുക്ക് നമ്മൾ ഇനിയുള്ള അടുത്ത ബൈ എൻട്രി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.3300 എന്ന് പറയുന്ന റേഞ്ചിലാണ്. അവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അവിടുന്ന് മുകളിലോട്ട് പോകും തന്നെയാണ് എപ്പോഴും എടുത്ത് വിശ്വസിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ 1.3500 എന്നുള്ളൊരു ബൈയും 1.3300 എന്നുള്ളൊരു ബൈയും ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ അത് ഹാഫ് ആയിട്ട് 1.35 എന്ന് 0.5ഉം 1.33 എന്ന് 0.5ഉം എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ള നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു തീരുമാനം നോക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്കെടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത് നമ്മളുടെ ജി ബി പിയുടെ കാര്യത്തിനകത്ത്. ഓക്കെ, നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ഇന്നലെ 3360 നിന്ന് താഴോട്ട് പോയി 2325 ആ ഒരു റേഞ്ചിലൊക്കെ മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു, അല്ലേ? 22 റേഞ്ചിൽ 24 റേഞ്ചിൽ മാർക്കറ്റ് ക്ലോസ് ആവുകയും മാർക്കറ്റ് ഇപ്പോൾ ഒരു ചെറിയൊരു കറക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. 3338 നിൽക്കുന്നു. പക്ഷെ മൂവിങ് ആവറേജ് 100ന്റെ ക്രോസ് ചെയ്ത് പോകാനായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഒന്നും കൂടെ 3330 എത്താനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് തന്നിരിക്കുകയാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ടിട്ട് തന്നെ ഉറപ്പായിട്ടും 3330 അടുത്ത് ഇനി കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു മാർക്കറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസിംഗ് നമ്മുടെ ഏഷ്യൻ മാർക്കറ്റ് ക്ലോസിംഗ് ആണ്. 2:30 മണിക്ക് ഇന്ത്യൻ ടൈമിങ്, ഇവിടുത്തെ UK ടൈമിംഗ് 10 മണിക്ക്. ആ ഒരു സമയത്ത് 3330 അടുത്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നുള്ളൊരു പ്രോപ്പർ ബൈ നമുക്ക് വീണ്ടും എടുത്തു പോവാം. ഇന്നലെ പോയ ലോയുടെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതിയാവും കേട്ടോ. ഇന്നലെ പോയ ലോ എവിടെയാണ്? 3320. അപ്പോൾ 3318 ലെവലിലൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചാലും തെറ്റില്ലാത്തൊരു കാര്യമാണ്. അവിടെ നിന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ബൈ എൻട്രി ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ബൈ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത് നമ്മുടെ ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത്. പക്ഷെ ഞാൻ ഓൾറെഡി ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, 3330 അടുത്ത് CPI ഡേറ്റ കഴിഞ്ഞ് ഇന്ന് രാവിലെ 7 മണിക്ക് 3330 അടുത്ത് കിട്ടുകയാണെങ്കിൽ, അല്ലേ, ഇതാണ് ഏഷ്യൻ മാർക്കറ്റ് ഓപ്പണിങ്ങിൻ്റെ ഏഷ്യൻ മാർക്കറ്റ് ഓപ്പണിംഗ് 3330.88 ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് താഴോട്ട് പോവുകയൊക്കെ ചെയ്തു. 3327 വരെയൊക്കെ പോയി. നമ്മൾ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് 3318 ഓക്കെ, സോ അവിടെ നിന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് 10 പിപ്പിൻ്റെ ഞാൻ കറക്റ്റായിട്ട് 3330 അവിടെ നിന്ന് ഉള്ള പ്രോപ്പറായിട്ടുള്ളൊരു ബൈ എൻട്രി ഉണ്ടായിരുന്നു. ആ ബൈ എൻട്രി ക്ലോസ് ചെയ്തത് 3340 ഓക്കെ, 100 പിപ്പിൻ്റെ പ്രോഫിറ്റ് ആണ് എടുത്ത് പോയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ലൈറ്റ് ഇല്ലാണ്ട് പോകും. അതുകൊണ്ടിട്ടാണ് ഞാൻ ലൈറ്റ് ഒന്ന് ഓൺ ആക്കാനായിട്ട് പോയതാണ്. ശരി,
ഓക്കെ, 3330 അടുത്ത് വീണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്കുള്ളൊരു ബൈ എൻട്രി ആണ് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി ഗോൾഡിൽ ഉള്ളതെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സേഫായിട്ട് ട്രേഡ് ചെയ്ത് പോവാം. റേഞ്ചൊക്കെ വർക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. 3330 അവിടെ നിന്ന് ബൈ എടുക്കുന്ന ആൾക്കാർക്ക് 3318 എന്ന് പറയുന്ന സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഇടുകയും ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ തിങ്കളാഴ്ച തിങ്കളാഴ്ച അല്ലല്ലോ, നാളെ കാണുന്നത് വരെ goodbye.